ഇന്ന് നമ്മൾ ആ കാണുന്ന മലയുടെ ടോപ്പ് വരെ നടന്നു കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ ഏരിയയിലേക്ക് ബസ് സർവീസ് ഇല്ലാത്തതുകൊണ്ട് റൂമിൽ നിന്ന് നമ്മൾ ടാക്സിയിലാണ് പോയത്. പോകുന്ന വഴിയിൽ മിനയിലെ നല്ല കാഴ്ചകളുണ്ടായിരുന്നു. അവിടുത്തെ പള്ളിയിൽ നിന്ന് അസുറി നിസ്കരിച്ചിട്ടാണ് നമ്മൾ മല കയറാൻ പോകുന്നത്. നിസ്കാരം കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ കയറാൻ പോകുന്ന മലയെ പറ്റിയിട്ട് ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. കണ്ണെത്തുന്ന അത്ര വീതിയിൽ സ്ക്രീനിലുകൊണ്ട് നല്ലോണം എൻജോയ് പറ്റിയിരുന്നു. ഈ കാണുന്ന മലയുടെ മുകളിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ആ റെഡ് കളറിൽ കാണുന്ന ലൈനാണ് നമുക്ക് പോകാനുള്ള പാത്ത്. പിന്നെ നമ്മൾ പോയത് ഹിറ കേവിന്റെ എക്സാക്ട് മോഡൽ കാണാൻ വേണ്ടി. അങ്ങനെ അതും കണ്ട് ആടുന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് നമ്മൾ നേരെ പുറത്തിറങ്ങി. നല്ല വെയിലുള്ള ടൈമിലാണ് നമ്മൾ കയറാൻ തുടങ്ങിയത്. സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും നല്ല ആവേശമായിരുന്നു. വെയിലിന്റെ ശക്തി കൊണ്ടാണോ എന്നറിയില്ല, ഓരോരാളായി പിന്നെ തിരിച്ചു പോകാൻ തുടങ്ങി. മലയുടെ ഏകദേശം ഭാഗങ്ങളിലെല്ലാം സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. കുറെ കയറിയപ്പോഴേക്കും ഞാനും തളർന്നു. ആടുന്ന് നോക്കിയാൽ മക്കേന്റെ നല്ലൊരു വ്യൂ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം പകുതിയപ്പോഴേക്കും എന്റെ കൂടെ കയറാൻ തുടങ്ങി ആരും പൊടി പോലും കാണാണ്ടായി. ഇനിയും കുറെ കയറാൻ ബാക്കിയുമുണ്ട്. ആ കാണുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് കയറിയിട്ട് എത്തേണ്ടത്. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 80% കയറി കഴിഞ്ഞു. എന്റെ പണ്ട് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു മലേന്റെ മുകളിൽ നിന്ന് പ്ലെയിൻ പറത്തണമെന്ന്. പക്ഷേ ആ പ്ലെയിൻ പോയി ക്രാഷ് ലാൻഡ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ എന്റെ കൂടെ കയറാൻ തുടങ്ങിയ ആളുകളെയാണ് നിങ്ങളിപ്പോൾ താഴെ കാണുന്നത്. അങ്ങനെ ഞാൻ അതിന്റെ ടോപ്പിലെത്തി. എന്റെ കുപ്പിയിലെ വെള്ളമാണെങ്കിൽ തീരുകയും ചെയ്തു. അവിടെ നിന്ന് നോക്കിയാൽ മക്ക മൊത്തം കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നേരെ പോയത് ഹിറ കേവിലേക്കാണ്. കേവിലേക്കുള്ള വഴി കുറച്ച് ഇടുങ്ങിയതായിരുന്നു. സ്റ്റിൽ എനിക്ക് അതിന്റെ മുകളിൽ കയറാൻ പറ്റി. പോകുന്ന വഴിക്ക് കാല് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായി ഹിറ കേവ് നേരിട്ട് കണ്ടു. ആടെ എനിക്ക് 2 റക്കാത്ത് നിസ്കരിക്കാനും പറ്റി. തിരിച്ചു പോയത് കേവിന്റെ മുകളിലൂടെയായിരുന്നു. മലയുടെ താഴെത്തിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അന്ന് പ്രത്യേകിച്ച് പിന്നെ ഒന്നും ചെയ്യാനില്ല.